ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യയിലെ രാജാവും മലയാളികളുടെ നെഞ്ചിലെ മധുരവുമായ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനൊരു ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 50 പേർക്കുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 400 ഗ്രാമിൻ്റെ മിൽക്ക് മേഡും 1 കിലോ പ്രിയ അരി അടയാണ് എടുത്തത്. ആ അട നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് 4 ലിറ്റർ വെള്ളം വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫാക്കി അട അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് അവിടെ കിടന്നായിക്കോളും. 1 മണിക്കൂർ നേരം അങ്ങനെ വെക്കണം റെസ്റ്റ് ചെയ്യാൻ. ആ സമയം കൊണ്ട് നമുക്ക് പാലെല്ലാം പൊട്ടിച്ചെടുക്കാം. 5 ലിറ്റർ പാലാണ് പൊട്ടിച്ചെടുക്കുന്നത്. അതിനനുസരിച്ചുള്ള പാത്രം എടുക്കണം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ആ പാല് ഇനി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമ്മൾ പാലിലേക്ക് ഒഴിച്ച വെള്ളം വറ്റുന്നത് വരെ തിളപ്പിക്കണം. ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അട ഇട്ട് മൂടി വെച്ച് മാറ്റി വെച്ചാൽ മതി. ആ സമയം നമുക്ക് പാൽ അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് അടകളൊക്കെ നന്നായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ നേരം വെക്കണം റെസ്റ്റ് ചെയ്യാൻ. ആ സമയമാണ് നമുക്ക് നന്നായിട്ട് അത് കഴുകി അരിച്ചെടുക്കാം. 3 വെള്ളത്തിൽ കഴുകി അരിച്ചെടുക്കണം. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറേശ്ശായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര 2 കിലോ പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പഞ്ചസാര തിളച്ചതിന് ശേഷം അട കുറേശ്ശെ അതിൽ ഇട്ട് ഇളക്കി കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കട്ട പിടിച്ചു പോകും. കുറേശ്ശെയായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. നല്ലോണം തിളച്ച് കുറുകി വരുന്നുണ്ട്. ഒരു 3-3.5 മണിക്കൂർ സമയം എന്തായാലും ആവും പായസമായി വരാൻ. നന്നായി പാല് വറ്റി വരണം. അപ്പോൾ അട നന്നായി വറ്റി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആ മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അതും അതിൽ പിടിച്ചു പോവും. എല്ലാ സ്ഥലത്തേക്കും നന്നായി ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി പായസത്തിന് നല്ല കളറ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പഞ്ചസാര എടുത്ത് നമുക്ക് കാരമൽ ചെയ്ത് കൊടുക്കാം. അതിനൊരു സ്പൂണ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി വരുന്നതാണ്. അത് നമുക്ക് ആവശ്യമുള്ള കളറായതിനു ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിന് നല്ല കളറാവുന്നതാണ്. ഒരു ബ്രൗൺ കളറുള്ള നല്ല പായസമായി മാറുന്നതാണ്. ഇത് ഒഴിച്ചതിന് ശേഷം പായസം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് കളർ അവിടെയും പല സ്ഥലത്തും പിടിച്ചു പോകുന്നതാണ്. ഇനി അല്പം വെണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം വെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടുള്ള പായസമാണ്, അതിൽ തന്നെ ഒന്ന് ഉരുകിക്കോളും. അപ്പോൾ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമ്മുടെ